ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡ്രീമേഴ്സ് വേൾഡിൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് പോകുന്നത് എൻ്റെ മനസ്സിൽ പോകണമെന്ന് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്ന ആഴിമലയിലേക്കാണ് കേട്ടോ. അപ്പോൾ തംബ്നെയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആഴിമല ആ ഒരു ശിവൻ്റെ പ്രതിമ കാണണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതിനെക്കുറിച്ച് കേട്ടത് മൊത്തം വാദോരാതെ ആൾക്കാർ പറയുന്ന കേട്ടോ. എൻ്റെ ഫ്രണ്ട്സൊക്കെ പോയിട്ടുണ്ട്, അവരെല്ലാവരും ഭയങ്കര ഉറപ്പായിട്ടും പോകണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ നമ്മളിങ്ങനെ പോവാണ്. പോകും വഴിക്ക് പള്ളിയുടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു കാഴ്ചയായിരുന്നു. അതൊക്കെ കണ്ട് ആസ്വദിച്ച് നമ്മളങ്ങനെ പോയി. പിന്നെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു കേട്ടോ യാത്രയിലുടനീളം നമുക്കുണ്ടായിരുന്നത്. അത്യാവശ്യം ചൂടുണ്ടായിരുന്നതുകൊണ്ട് തന്നെ നമ്മളൊരു ഉച്ച കഴിഞ്ഞുള്ള സമയത്താണ് പോയത്. നല്ല യാത്രയായിരുന്നു. NHലോട്ട് അങ്ങനെ കയറി കഴിഞ്ഞ് പിന്നെ നല്ല സുഖമായിരുന്നു കേട്ടോ. അതിന് മുന്നേ ഉള്ള യാത്രകൾ കുറച്ച് വഴി മോശമായിരുന്നു, അതുകൊണ്ട് ഒരുപാട് വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പക്ഷേ NHലോട്ട് കയറി കഴിഞ്ഞപ്പോൾ പറയാതിരിക്കാൻ പറ്റത്തില്ല കേട്ടോ. നമ്മൾ ബൈക്കിലും കൂടെ യാത്ര ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് അറിയായിരിക്കും. NH കയറി കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു സമാധാനമായി, പിന്നെ സുഖമായിട്ടായിരുന്നു യാത്രയുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ നമ്മുടെ ആഴിമല ക്ഷേത്രത്തിൻ്റെ അടുത്തെത്താറായിട്ടുണ്ട്. അതിൻ്റെ ആ ഗോപുരം കടന്ന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കുറച്ച് അങ്ങോട്ട് പോകാനായിട്ടുണ്ട്. ചിലർ ഇവിടം വരെ ബസ്സുണ്ട് കേട്ടോ. ബസ്സിന് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉറപ്പായിട്ട് ഇവിടേക്ക് എത്താനായിട്ട് ബസ്സുണ്ട്. നമ്മൾ ബസ്സിന് വന്ന് ആ ഗോപുരത്തിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോയ്ക്ക് നമുക്ക് ഇങ്ങോട്ട് കയറാം. അങ്ങനെ ഇവിടെ പാർക്കിങ്ങിനായിട്ടൊക്കെ സൗകര്യമുണ്ട്. ഇതാ നമ്മൾ വരുന്നതേ കാണുന്ന ഒരു കാഴ്ച ഇതാട്ടോ. ഞാൻ ഇവിടെ കുറേ നേരം നിന്ന് ആ കാഴ്ചയൊക്കെ നല്ലതായിട്ട് കുറേ നേരം അവിടെ നിന്ന് ആസ്വദിച്ചു കേട്ടോ. ചെന്നതേ കണ്ട വിഷ്വൽ അതാണ്. നമ്മുടെ മനസ്സിൽ ഒരുപാട് ആഗ്രഹിച്ചിട്ട് നമ്മളൊരു സ്ഥലം കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു അനുഭൂതി ഉണ്ടല്ലോ. അപ്പോൾ അത് കുറേ നേരം അവിടെ നിന്നു. അവിടെ ഇങ്ങനെ കടലിൻ്റെ ഈ ഒരു വ്യൂ ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അങ്ങോട്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഒത്തിരി പാറക്കെട്ടൊക്കെ അല്ലേ. അപ്പോൾ ഒരു സേഫ്റ്റി ഇഷ്യൂവും കൂടെ ഓർത്തിട്ട് ആ ഒരു സൈഡ് പോയില്ല. ഞാൻ ഹസ്ബൻഡും വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങനെ നിൽക്കുക കേട്ടോ. അത്ര രസമായിരുന്നു. ഞാനും അത് ആ ഒരു വിഷ്വൽ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തു. അത് ഹസ്ബൻഡ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അത്ര നമുക്ക് കണ്ടു പറിക്കാൻ തോന്നില്ല. അവിടെ തന്നെ നിന്ന് കുറേ നേരം നോക്കി. ഇതാണ് അമ്പലം കേട്ടോ, ആഴിമല അമ്പലം. അതും എന്താ പറയുക, ഒത്തിരി ഇങ്ങനെ കൊത്തുപണികളൊക്കെ നടത്തി വിഗ്രഹങ്ങളൊക്കെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട്. അതും നല്ല ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ നമ്മൾ കുറച്ച് താഴേക്ക് ഈ വഴി അങ്ങോട്ട് പോകുമ്പോൾ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ബീച്ചിൻ്റെ അവിടോട്ട് നമ്മൾ പോവുകയാണ്. ഇവിടെ പാർക്കിങ്ങിനായിട്ട് എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. പാർക്കിങ്ങിന്, ടോയ്ലറ്റ്, പിന്നെ കുടിവെള്ളം, എല്ലാ തന്നെ സൗകര്യങ്ങൾ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് നമുക്ക് കടൽ ആസ്വദിക്കാം. ഇതൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അല്ലേ. ഇപ്പോൾ കടലിൻ്റെ അവിടെ പോയി നിൽക്കുമ്പോൾ കുറച്ച് വെയിലുണ്ടായിരിക്കും, പക്ഷേ ഇവിടെ ഇരുന്ന് ചായയൊക്കെ കുടിച്ച് നമുക്ക് റിലാക്സ് ആയിട്ട് കുറേ നേരം അങ്ങനെ അവിടെ ഇരുന്ന് കാണാം. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഐ ലവ് ആഴിമല അതവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതും എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങൾ അവിടെയും പോയി കുറേ ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ കടലൊക്കെ ആസ്വദിച്ച് അങ്ങനെ കുറേ നേരം അവിടെ ഇരുന്ന് കേട്ടോ, വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരുന്നു. അതിനുശേഷം ഞങ്ങൾ താഴേക്ക് പോവാണ്. ആദ്യമേ ഞങ്ങൾ വിഗ്രഹം കാണാൻ പോകാമെന്ന് എന്നാന്ന് നിങ്ങൾക്ക് തോന്നും. അത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ 5 മണി കഴിഞ്ഞിട്ടേ നമുക്ക് വിഗ്രഹത്തിന് അങ്ങോട്ട് പോകാനായിട്ട് സന്ദർശന സമയം ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം എന്നാൽ ബീച്ചിൽ പോയിട്ട് അമ്പലത്തിൽ പോകാമെന്ന് തീരുമാനിച്ചത്. അങ്ങനെ നമ്മൾ കടൽ കാണാൻ പോകാം കേട്ടോ. എപ്പോൾ കടൽ കണ്ടാലും എനിക്കറിയില്ല, ഭയങ്കര ഇഷ്ടമാണ്. എത്ര പേരുണ്ട് കടലിനെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ. കടലിൽ കുറേ നേരം നമുക്ക് നോക്കി നിന്നാലും നമ്മൾക്ക് മടുക്കില്ല, ആകാശത്തും കുറേ നേരം നോക്കി നിന്നാലും മടുക്കില്ല. അപ്പോൾ ഏതൊരു യാത്ര നമ്മൾ പോകുമ്പോഴും നമുക്ക് ഈ ആകാശവും നല്ല കാഴ്ചകൾ തരാറുണ്ട്, കടലും നല്ല കാഴ്ചകൾ എപ്പോഴും തരാറുണ്ട്. അത്യാവശ്യം നല്ല ക്രൗഡറായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ നല്ല മണൽത്തരിയായിരുന്നു കേട്ടോ. ഇങ്ങനെ തൂത്തിട്ട പോലത്തെ നല്ല ഭംഗിയായിട്ട് കിടക്കുമായിരുന്നു. നല്ല വൃത്തിയുണ്ട്, അത്യാവശ്യം നല്ല വൃത്തിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ അവിടെ നിന്നു, കുറേ നേരം ആസ്വദിച്ചു. സാധാരണ കടലിൽ ചെന്ന് കഴിഞ്ഞാൽ ഇറങ്ങുക, ഒന്ന് കാല് നനയ്ക്കുക, അതൊക്കെയാണല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു. പിന്നെ കുറേ വീതിയുണ്ട് കേട്ടോ. കുറേ മുന്നേ അങ്ങോട്ട് നടക്കാനുണ്ട്. അതിലേക്കൂടെയൊക്കെ നടന്നു കഴിയുമ്പോഴത്തേക്കും കുറേ സീറ്റിംഗ് ഏരിയ ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയെല്ലാം നല്ല മനോഹരമായിരുന്നു.
പിന്നെ ഈ ഒരു ഇതൊക്കെ ഇവിടെ കുറേ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ. നിങ്ങളിങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ പറയായിരുന്നു നമുക്കൊരു ദിവസം വന്ന് സ്റ്റേ ചെയ്യണമെന്നൊക്കെ. അത്ര രസമുണ്ട് കാണാനും കാഴ്ചകളും എല്ലാവേ. പിന്നെ ഈ കക്ക പെറുക്കുക എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു പരിപാടിയാണല്ലോ. ഞങ്ങൾ അത്യാവശ്യം എവിടെയെങ്കിലും പോകുമ്പോൾ ഇച്ചിരി വെറൈറ്റി ആയിട്ടുള്ള കക്കകൾ കാണുവാണെങ്കിൽ ഞങ്ങളത് പെറുക്കി വെക്കും. എന്നിട്ട് എപ്പോഴേലും അതൊരു കളക്ഷനായിട്ട് ചെയ്യാമല്ലോ എന്ന് ഉദ്ദേശിച്ച്. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതാണ്. ഇത് ഭയങ്കര രസമല്ല, ഒരു പൂവ് പോലെയൊക്കെ. അപ്പോൾ അതും ഞങ്ങൾ എടുത്ത് വെച്ചു. പിന്നെ ഏട്ടൻ ജസ്റ്റ് ഇപ്പോൾ അവിടെ ഞങ്ങളുടെ പേര് എഴുതുക കേട്ടോ. ഇതൊരു രസമല്ലേ. പണ്ടെല്ലാവരും ഇങ്ങനെ കടലമ്മ കള്ളി എന്നൊക്കെ എഴുതി വെക്കുമായിരുന്നു. ഞാനൊക്കെ ആദ്യം പോയപ്പോഴൊക്കെ എഴുതിയിട്ടുണ്ട് കടൽ കാണാൻ പോയപ്പോഴൊക്കെ. ഇപ്പം ഞങ്ങൾ ജസ്റ്റ് ഞങ്ങളുടെ പേര് എഴുതി വെക്കുകയാണ് കേട്ടോ അവിടെ. ഇതും ഒരു രസമായിട്ടുള്ള പരിപാടിയല്ലേ. ആരൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്? ചെയ്യുന്നവർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ശിവൻ്റെ ആ ഒരു ശില്പം കാണാനായിട്ടാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ ചെന്ന് ഞങ്ങൾ ആദ്യമേ വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ മറന്നുപോയി കേട്ടോ. കുറേ നേരം ആ വീഡിയോ ആസ്വദിച്ച് നിൽക്കുകയാണ് ആദ്യം ചെയ്തത്. പിന്നെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. ഈ ഒരു ശില്പം പണി കഴിപ്പിച്ചിരിക്കുന്നത് ദേവദത്തൻ എന്ന് പറയുന്നൊരു ശില്പിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം പറയുണ്ടായി ഇവിടെ നല്ല പോസിറ്റീവ് എനർജി ഉണ്ടെന്ന് കേട്ടോ. അത് സത്യമാണ്. ഇവിടെ അമ്പലമാകട്ടെ ഈ ശില്പമാകട്ടെ ഇതിനെ ചുറ്റിപ്പറ്റി നല്ലൊരു പോസിറ്റീവ് എനർജി തന്നെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. 58 അടി ഉയരമാണ് ഈ ശില്പത്തിനുള്ളത്. പൂർണ്ണമായും കോൺക്രീറ്റ് കൊണ്ടാണിത് നിർമ്മിച്ചിട്ടുള്ളത്. ഗംഗാധേശ്വര ശില്പം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. 2014 ഈ ശില്പത്തിൻ്റെ നിർമ്മാണം തുടങ്ങി 2020 പൂർത്തിയാക്കിയത്. അപ്പോൾ ഏകദേശം 6 വർഷം എടുത്തിട്ടാണ് അദ്ദേഹം ഈ ശില്പം പണി കഴിപ്പിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ ഡീറ്റെയിലിങ്ങും അത്ര മനോഹരമാണ്. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു ശില്പം തന്നെയാണിത്. കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവപ്രതിമ കൂടിയാണ് ഇത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു യാത്രയ്ക്ക് ശേഷം നമ്മൾ വിഴിഞ്ഞം പോർട്ടിലോട് പോയിരുന്നു. അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ വരുന്നുണ്ട്. അതുകൂടി എല്ലാവരും ഒന്ന് കാണണം കേട്ടോ. അപ്പോൾ ബൈ, അടുത്തൊരു വീഡിയോയിൽ കാണാം.